ആ മട്ടനൊഴി, ഈ ചിക്കനൊഴി, ആ പരിപ്പൊഴി, ഈ മോരൊഴി എല്ലാം കൂടെ പുഷ്ക ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്ന പോലെ അടിച്ചിട്ട് ഒരു അടി അടിക്കൽ തന്നെ അത് പോയി. അതോടെ എന്റെ ബർക്കത്തെ നഷ്ടപ്പെട്ടു. അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുൻഭാഗത്ത് നിന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലി കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് അല്ലാഹ് ശുക്ർ ചെയ്യണം, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കരുത്, ഒന്നീ ആദ്യം കുടിക്കണം അല്ലെങ്കിൽ അവസാനം കുടിക്കണം. ഇതൊക്കെ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോഴല്ലേ, ഇപ്പോഴല്ലേ ശാസ്ത്രജ്ഞന്മാർ ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പാടില്ല, ഒന്നീ തുടക്കത്തിൽ കുടിക്കണം അല്ലെങ്കിൽ ഒടുക്കത്തിൽ കുടിക്കണം. റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഇവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിക്കോ. അതേപോലെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഭക്ഷണ സാധനം തുറന്നു വെക്കല്ലേ. ഹബീബുനാ റസൂലുള്ളാഹി വീടിന്റെ വാതിൽ തുറന്നിടരുതേ. ഹബീബുനാ റസൂലുള്ളാഹി വെള്ളത്തിന്റെ പാത്രം നിങ്ങൾ മൂടി വെക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി വഅഖ്ഫിതു സിബിയാനകും ഇൻദൽ മസാ, സന്ധ്യാസമയമായാൽ കുട്ടികളെയും കൊണ്ട് പെണ്ണുങ്ങളെ നിങ്ങൾ വെളിയിൽ പോകരുതേ. ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. കാരണം എന്താ? ഫൈനലിൽ ജിന്നി ഇന്തിശാറൻ വഖത്ഫാ, ജിന്നുകൾ എന്ന് പറയുന്ന ഭൂതവർഗത്തിന് ഒരു വിഹരിപ്പിന്റെ സമയമാണ് ആ സന്ധ്യാസമയം. ആ സമയത്ത് നിങ്ങൾ കുട്ടികളെയും കൊണ്ട് വെളിയിലിറക്കരുത്. അങ്ങനെ ഇറക്കിയാൽ ആ പിശാചിന്റെ ശർറ് ഈ കുട്ടികൾക്ക് ഏൽക്കാം. പിന്നെ രാത്രി ഉറങ്ങൂല, രാത്രി കിടന്ന് കരച്ചില്, രാത്രി ഞെട്ടി ഉണരല്, പിന്നെ വിളിക്കല്, പിന്നെ കൂവല്, പിന്നെ ഉസ്താദിനെ കൊണ്ടുപോകല്, പിന്നെ ഉസ്താദിനെ വിളിക്കാൻ നിൽക്കല്, ആകെ ഇടങ്ങേറാകും. അതിന്റെ കാരണം എന്ത്? സന്ധ്യാസമയത്ത് കുട്ടികളെ വെളിയിൽ ഇറക്കാൻ പാടില്ല. ഹദീസാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഗ്യാസ് സിലിണ്ടർ നിങ്ങൾ ഓഫ് ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ അഡാപ്റ്റർ ഓഫ് ആക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ രാത്രി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് നിങ്ങളുടെ അടുപ്പിലെ തീയെല്ലാം നിങ്ങൾ ഓഫാക്കിയിട്ട് അതൊക്കെ അണച്ചിട്ട് കെടുത്തിയിട്ട് കിടക്കണമെന്ന് നബി റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു. എന്തിനാണ്? ഫൈനൽ ഫുവൈസിഖാ റുബ്ബമജ്തറത്തിൽ ഫതീലാ ഫഅഹറഖത് അഹ്ലൽ ബൈത്ത്, വികൃതകാരിയായ ചുണ്ടലയിൽ നിന്ന് ഒരുപാട് ആപത്തുകൾ നിങ്ങൾക്കുണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ വിളക്ക് കെടുത്തിയിട്ട് അടുപ്പിലെ തീ കെടുത്തിയിട്ട് ഉറങ്ങണേ. ചുണ്ടലി പരത്തുന്ന രോഗങ്ങൾ എന്തെല്ലാവാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പറഞ്ഞ